ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹാപ്പി ന്യൂസായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാകും എൻ്റെ ഈ 10 മണി ചെടിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ആ വീഡിയോയിൽ ഞാൻ എൻ്റെ ചെടിയുടെ അവസ്ഥ പറഞ്ഞിരുന്നു. കുറച്ച് വെള്ളവും വളമൊക്കെ കൊടുത്തപ്പോൾ പൂർവാധികം ശക്തിയോടെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടേ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഈ ചെടി നിറയെ ഇങ്ങനെ പൂവിട്ട് കണ്ടപ്പോൾ. ഇങ്ങനെ കണ്ടിട്ട് എത്രത്തോളം നിങ്ങൾക്കതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനത് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാൻ എൻ്റെ 10 മണി ചെടിയുടെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നെന്ന് ഒരിക്കൽ കൂടെ കൊടുത്തേക്കാമേ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റ്സും നമുക്ക് എത്ര വിലപ്പെട്ടതാണല്ലേ. എൻ്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മുൻപ് നന്നായിട്ട് പൂ തന്നുകൊണ്ടിരുന്ന ഈ ചെടി പെട്ടെന്ന് പൂവൊന്നുമില്ലാതെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി. പക്ഷേ ഇപ്പം നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എങ്ങനെ പൂത്തെളിഞ്ഞ് നിൽക്കുന്ന ചെടികളെ നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസമല്ലേ. നല്ല ഹാപ്പിനെസ്സും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടുമല്ലേ. എൻ്റെ കേസിൽ അങ്ങനെയാണ് കേട്ടോ. ഈ പൂക്കളെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പം എന്തെന്നില്ലാത്ത സന്തോഷമാണ് എനിക്ക്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ. ഈ 10 മണി ചെടി ഞാൻ വേറൊരു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു കമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ചെറിയൊരു കമ്പ് കൊണ്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ തരികയും ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ചെടി. പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. കൃത്യമായിട്ട് വെള്ളവും നല്ല വെയിലും കിട്ടുന്നിടത്ത് വേണം ഈ ചെടി സ്ഥാപിക്കാൻ. അങ്ങനെയാണെങ്കിൽ തിങ്ങി നിറഞ്ഞ് ഈ ചെടിയിൽ പൂവിടും. എൻ്റെ ഈ ചെടിയിലെ രാവിലത്തെ നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് നല്ല രീതിയിൽ ഇത് പൂവിടുന്നത്. ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം ഉണ്ടെങ്കിലും ഈ ചെടി അതിനെയൊക്കെ പ്രതിരോധിച്ചോളും കേട്ടോ. വലിയ കെയറൊന്നും ഇല്ലെങ്കിലും ഇത് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ വരും. ഞാൻ പറയാതെ തന്നെ മിക്കവർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ ചെറിയൊരു അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. മുമ്പ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വേറെ കുറേ കളറും കൂടെ ഇനി ഒപ്പിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ നിത്യാഭ്യാസി ആനയെ ചുമക്കും എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ വീഡിയോ എടുത്താണല്ലോ എല്ലാവരും പഠിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വീഡിയോ എടുത്തു കഴിയുമ്പോഴും ഓരോ വീഡിയോ പെർഫെക്റ്റ് ആക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. എൻ്റെ പുതിയ ഗാർഡൻ വിശേഷങ്ങളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ. അപ്പോൾ ഒരിക്കൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചില്ലേ എൻ്റെ 10 മണിയുടെ പഴയ അവസ്ഥ ഇതാണേ. ഇങ്ങനെ ഇരുന്ന് എൻ്റെ 10 മണിയാണ് ഇപ്പോൾ നല്ല രീതിയിൽ പൂവിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇതിലൊരു പുഴുവുണ്ടായിരുന്നേ, അതിന് ഞാനങ്ങ് എടുത്ത് കളഞ്ഞായിരുന്നു. ആ രംഗമൊക്കെ പഴയ വീഡിയോയിലുണ്ടേ. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ, സീ യു, ടേക്ക് കെയർ.